അപ്പോൾ നമ്മുടെ തീരത്ത് ഇവിടെ അടിഞ്ഞ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണെന്ന് കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് തന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കുന്നതിനുള്ള നടപടികൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റംസാണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടത്. ചില കണ്ടെയ്നറുകൾക്കകത്തെല്ലാമുള്ള വസ്തുക്കൾ സംബന്ധിച്ചാണ് തുടരുത് എന്നെല്ലാമുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത്. ഇവിടെ അത്തരം പ്രശ്നമില്ല. ഇവിടെ ഈ തീരത്ത് ഇപ്പം അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ, ആ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ്. ഇവിടുന്ന് അത് നീക്കം ചെയ്യുന്ന കണ്ടെയ്നറും ബാക്കിയുള്ള കാര്യങ്ങളും നീക്കം ചെയ്യുന്നതിന് ആ കസ്റ്റംസ് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിനാവശ്യമായ യന്ത്രോപകരണങ്ങളും വാഹനങ്ങളും ഇവിടേക്ക് എത്തിക്കാൻ അവരിപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യും. ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് പൂർണ്ണമായും കോട്ടൺ തന്നെയായിരുന്നു. അത് നമുക്ക് ഏതൊരാൾക്ക് നോക്കിയാലും മനസ്സിലാവുന്ന തരത്തിലാണ്. അതുകൊണ്ട് അതെല്ലാം നോക്കി കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ വീണ്ടും അത് പരിശോധിച്ചു. കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് അവർക്ക് ആൾറെഡി അത് ഉറപ്പായിരുന്നു. ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഈ തകർന്നു കിടക്കുന്ന കണ്ടെയ്നറിനകത്തുള്ളതെല്ലാം കോട്ടൺ ആണെന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് സമാഹരിച്ച് കൊണ്ടുപോകുന്ന കോട്ടൺ ആയിരുന്നു. അതിനി ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി. വളരെ വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യാൻ മറ്റിടങ്ങളിലേക്ക് ചില വാഹനങ്ങളെല്ലാം പോയതിൻ്റെ ചില പ്രയാസമുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പരിഹരിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ കോട്ടൺ കണ്ടെയ്നറിന്റെ ഭാഗങ്ങളും ഇവിടുന്ന് കസ്റ്റംസിന്റെ മുൻകൈയിൽ തന്നെ നീക്കം ചെയ്യും. അതല്ല, ഇത് പിന്നെ കൊല്ലത്ത് യാർഡിലേക്കാണ് അത് നീക്കം ചെയ്യുന്നതാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് കൊല്ലത്ത് യാർഡിലേക്ക് അത് നീക്കം ചെയ്യും. അത് ഉപയോഗിക്കാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ കാര്യമാണ്. നമുക്ക് തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങൾക്കുണ്ടായ അശങ്ക തന്നെയാണ്. എല്ലാ കണ്ടെയ്നറുകളും കോട്ടണുകളല്ല. ചില കണ്ടെയ്നറുകൾക്ക് ചില പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു വന്നാൽ അത് ആൾക്കാർ തുടരുതെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഒരു സംവിധാനങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. കാരണം ഒരു പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാവരുന്ന അടിസ്ഥാനത്തിലാണ് സർക്കാർ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവിധ ഏജൻസികളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് യാതൊരു ആശങ്കയ്ക്കും വകയില്ല. പ്യുവർ കോട്ടൺ തന്നെയാണ് അതിനകത്തുണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിൻ്റെ പരിശോധന കൂടി കഴിഞ്ഞപ്പോൾ അത് ആശങ്ക പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇനിയുള്ളത് നമുക്ക് എത്രയും വേഗം തന്നെ ഇത് ഇവിടുന്ന് മാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ മാറ്റം ചെയ്യുന്നതിനുള്ള മണിക്കൂറുകൾക്കകം മാറ്റം ചെയ്യാൻ പറ്റുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അടിയന്തരമായി അത് മാറ്റുകയും ചെയ്യും. കസ്റ്റംസ് തന്നെയാണ് അത് മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇല്ല, ഇപ്പം നമുക്കറിയില്ല. ഇപ്പം നമുക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ തീരത്ത് അടുത്തിരിക്കുന്ന കണ്ടെയ്നറുകൾക്കകത്തൊന്നും അത്തരം പ്രശ്നം ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും നമുക്ക് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. വളരെ ഗൗരവതരമായി ഈ കാര്യമെല്ലാം സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു ആശങ്കയ്ക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വകയില്ല. എങ്കിലും ബാക്കിയുള്ളതും കടലിൽ പെട്ടുപോയ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത്, ഗൗരവം കാണിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ഇതിനകത്ത് കോട്ടൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ കണ്ടെയ്നറുകളും കോട്ടൺ മാത്രമുള്ളവയല്ല. ചില കണ്ടെയ്നറുകൾക്കകത്ത് ചില മറ്റ് വസ്തുക്കളെല്ലാം ഉണ്ട്. അതിൽ ചിലതെല്ലാം തീരത്തടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു തരത്തിൽ പൊട്ടി വന്നാലും ഒക്കെ ചില പ്രയാസങ്ങളുണ്ട്. ചില ഓയിലുകൾ ഇതിൻ്റെ ഭാഗമായി കലർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നലെ തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് തീരദേശ പഞ്ചായത്തുകൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരുന്നു. അതിനനുസരിച്ച് പൊഴികളുള്ള ഇടങ്ങളെല്ലാം ഗൗരവതരമായ ഇടപെടൽ ആവശ്യമുണ്ട്. അവിടെ വടങ്ങൾ കെട്ടി അതിൽ ബോളുകൾ വെച്ച് ഒക്കെയായി എണ്ണയുടെ പാട മറ്റിടങ്ങളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകൾ പൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തു.